ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഒപ്പം ഹരഹര മഹാദേവ്. നമ്മുടെ പുതിയ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് പിറന്നനാളും വിവാഹ വാർഷികവും കൊണ്ടാടുന്ന എല്ലാവർക്കും ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ മറ്റേ ചാനലിലൂടെ ഭഗവാന്റെ മഹിമകളും കഥകളും ആത്മീയതയും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ അതിലൂടെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ആദ്യമേ തന്നെ വലിയൊരു നന്ദി പറയുന്നുണ്ട്. ആ ചാനലിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു വ്ലോഗ് ചാനലിലൂടെ എൻ്റെ ദൈനംദിന ജീവിതത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ കാണിച്ചു തന്ന ആത്മീയ പാഠങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പകർത്താം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറും ഒരു ഡെയിലി വ്ലോഗ് മാത്രമല്ല, നമ്മുടെ ദിവസങ്ങളെ കുറച്ചുകൂടി പോസിറ്റീവും ഊർജ്ജസ്വലവും ഒക്കെ ആക്കി മാറ്റാനുള്ള ഒരു കുഞ്ഞു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. നമ്മളെയൊക്കെ ദിവസവും അലട്ടുന്ന മടി, നെഗറ്റിവിറ്റി, മാനസിക വിഷമങ്ങൾ ഇതൊക്കെയും മാറ്റിവെച്ച് എങ്ങനെ ഒരു ഭക്തൻ്റെ കരുത്തോടെയും ഒരാത്മവിശ്വാസത്തോടെയും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാം, അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ മോർണിംഗ് മോട്ടിവേഷൻസും ഈ വ്ലോഗിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾക്കത് പങ്കുവയ്ക്കാം. ഒരു സുഹൃത്തായിട്ടിരുന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കുറച്ച് പോസിറ്റീവ് വൈബ്സ് തരിക മാത്രമാണ് ഈ ചാനലിലൂടെ എൻ്റെ ലക്ഷ്യം. അപ്പോൾ ദിവസവും രാവിലെ മനസ്സിൽ നല്ലൊരു ഈശ്വരചിന്തയും ഒപ്പം ജീവിതത്തിൽ മുന്നേറാനുള്ള വലിയൊരു എനർജിയും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പുതിയ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൂടിക്കൂ നിങ്ങളും. മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ചായ തിളയ്ക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട്. ഈ ചായപ്പൊടിയും പാലും വെള്ളവും ഒക്കെ വെറുതെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചാൽ ഇത് ചായയാകുമോ? ഇല്ല അല്ലേ? അത് നല്ലതുപോലെ തിളയ്ക്കണം. ആ ചൂട് തട്ടുമ്പോൾ മാത്രമാണ് അതിന് നല്ലൊരു നിറവും സ്വാദും മണവും ഒക്കെ വരുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാണ് ദൈവമേ എൻ്റെ ജീവിതത്തിലും എനിക്ക് ഇത്രയും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും, എന്നെ എന്തിനാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് എന്നല്ല അല്ലേ? പക്ഷെ ഓർക്കേണ്ടത്, ആ പ്രതിസന്ധികളാകുന്ന ചൂടിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവുകൾ അപ്പോഴാണ് പുറത്തു വരുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യമേ പറയാറുള്ളൂ. ഭഗവാൻ മഹാദേവൻ്റെ ഒരു രൂപം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഭഗവാന്റെ കഴുത്തിൽ പാമ്പുണ്ട്, തലയിൽ ഗംഗയുണ്ട്, നെറ്റിയിൽ അഗ്നിയുണ്ട്. പരസ്പരം ഒത്തുപോകാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഭഗവാൻ അതെല്ലാം വളരെ ശാന്തമായിട്ടാണ് ധരിച്ചിരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ചുറ്റും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. പ്രശ്നങ്ങൾ കണ്ട് ഭയന്ന് ഓടരുത്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് മടി തോന്നും, പക്ഷേ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ കാര്യവും. അതുകൊണ്ട് ചായ കുടിച്ച് തീർക്കുന്നത് പോലെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് പുഞ്ചിരിയോടെ നേരിടണം. ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് വലിയ മലയും നമ്മൾക്ക് കയറി പോകാൻ പറ്റും. ഒരു നല്ല കറി ഉണ്ടാക്കാൻ സമയമെടുക്കും അല്ലേ? നമ്മൾ എത്ര വലിയ ഷെഫാണെങ്കിലും കടല വേവണമെങ്കിൽ കുക്കറിൽ കുറച്ച് വിസിൽ വരണം. അതേപോലെ നമ്മൾ ഇഡ്ഡലി ചെയ്യാൻ മാവ് പുളിക്കണമെങ്കിൽ രാത്രി മുഴുവൻ നമ്മൾ ആ മാവ് അരച്ചിട്ട് അതിന് കാത്തിരിക്കണം. ഷോർട്ട് കട്ടുകളൊന്നുമില്ല ഇതിനല്ലേ? അപ്പോൾ ഇതേ ക്ഷമ നമ്മുടെ ജീവിതത്തിനും വേണം. ഇന്ന് നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് നാളെ തന്നെ ഫലം കിട്ടണം. ഞാൻ ഇന്ന് ചെയ്തതിന് നാളെ തന്നെ എനിക്ക് ഫലം കിട്ടണം എന്ന് നിർബന്ധം പിടിക്കരുത്. വിതച്ചാൽ കൊയ്യാൻ വേണ്ടി ഒരു സമയമില്ലേ? അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച്, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ഭഗവാനിൽ വിശ്വസിച്ച് നിങ്ങളുടെ വഴിയിൽ ഉറച്ചു നിന്ന് ദിവസവും ചെറിയ ചെറിയ ചുവടുകൾ മുന്നോട്ട് വയ്ക്കണം. ഫലം തരാൻ മുകളിൽ ഒരാളുണ്ട്. അദ്ദേഹം കൃത്യസമയത്ത് അത് തന്നിരിക്കും. ആ ഒരു ഉറച്ച വിശ്വാസം വേണം ഓരോ നിമിഷത്തിലെ നമ്മുടെ ജീവിതത്തിലും. അടുക്കളയിലെ ജോലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ വരുന്നത് ഇങ്ങോട്ടേക്കാണ്. നമ്മുടെ ഈ കുഞ്ഞു ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാൻ. ഈ ചെടികളെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു ചെടി നട്ടിട്ട് അതിന് ദിവസവും വെള്ളം ഒഴിച്ചു എന്ന് കരുതി അടുത്ത ദിവസം തന്നെ അതിൽ പൂക്കളുണ്ടാകുമോ? ഇല്ല അല്ലേ? അതിന് നമ്മൾ ദിവസവും വെള്ളം ഒഴിക്കണം, വല്ലപ്പോഴുമൊക്കെ വളം നൽകണം, സ്നേഹത്തോടെ പരിചരിച്ച് കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം. ആ ചെടി മണ്ണിലേക്ക് വേരുകൾ ഇറക്കിയാൽ തഴച്ചു വളർന്നിട്ട് കൃത്യമായ ഒരു സമയം വരുമ്പോഴാണ് മാത്രമാണ് അതിൽ മനോഹരമായ പൂക്കൾ വിരിയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയല്ലേ? നമ്മൾ ഇന്ന് ചെയ്യുന്ന കഠിനാധ്വാനവും പ്രയത്നവും ഒക്കെ ഈ ചെടിക്ക് നമ്മൾ ഒഴിക്കുന്ന ഈ വെള്ളം പോലെയല്ലേ? ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്താണ് മഹാദേവ എനിക്ക് വിജയം കിട്ടാത്തത് എന്നോർത്തിട്ട് പലരും നിരാശപ്പെടാറുണ്ട്. പക്ഷേ ഓർക്കുക, വിതച്ചാൽ കൊയ്യാൻ ഒരു സമയമുണ്ട്.
ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനം ഒട്ടും നഷ്ടമായി പോകില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേരുകളെ ശക്തമാക്കുകയാണ്. ഭഗവാൻ മഹാദേവനിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വഴിയിൽ ഉറച്ചു നിന്ന് ദിവസവും ചെറിയ ചെറിയ ചുവടുകൾ മുന്നോട്ട് വയ്ക്കണം. ഒരു നിശ്ചിത സമയം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വിജയത്തിൻ്റെ ആ മനോഹരമായ പൂക്കൾ വിരിയും. അതിനു വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്: മടുപ്പില്ലാത്ത പ്രയത്നം, കുറച്ച് ക്ഷമ. അങ്ങനെ അടുക്കളയിലെ ജോലിയും ചെടികൾ നനയ്ക്കലും ഒക്കെ കഴിഞ്ഞതാ അടുത്ത പണിയിലേക്ക് ഞാൻ കടന്നു. കഴുകി ഉണക്കി തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഞാൻ ഇന്നലെ കഴുകിയിട്ടതാണ്, ഇന്നലെ വൈകുന്നേരം എടുത്തിട്ടതാണ്. ഇന്നിപ്പോൾ ഞാനതിൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം മടക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തുണികൾ മടക്കുമ്പോഴും നമുക്കൊരു കാര്യം ചിന്തിക്കാം. ഇപ്പോൾ നമ്മുടെ അലമാരിയിലെ തുണികൾ വെറുതെ കൊണ്ടുപോയി തള്ളിയാൽ എന്താകും അവസ്ഥ? അല്ലെങ്കിൽ മടക്കി വെക്കാതെ അങ്ങനെ കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നെങ്കിൽ എന്താണിക്കും? അപ്പോൾ എല്ലാം കൂടെ ഒരു വലിഞ്ഞു വാരി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു തുണി പോലും നമുക്ക് കൃത്യമായി തിരഞ്ഞു പിടിക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ തുണിയും വൃത്തിയായിട്ട് മടക്കി അടുക്കി പിറകി വെക്കണം. അപ്പോൾ കാണാനും ഭംഗിയാണ്, നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ മനസ്സിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വലിഞ്ഞു വാരി കിടക്കുന്നുണ്ടാവും. കുടുംബത്തിലെ പ്രശ്നങ്ങളും ജോലിയുടെ ഭാരവും നാളെക്കുറിച്ചുള്ള ആകുലതകളും മറ്റുള്ളവർ പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ, അങ്ങനെ എല്ലാം കൂടി മനസ്സിനെ ആകെ ഒരു അലങ്കോലമാക്കി വയ്ക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുറച്ച് സമയം ശാന്തമായിരിക്കേണ്ടത്. നമ്മൾ ഈശ്വരനെ മനസ്സു നിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തുണികളെല്ലാം മടക്കി വയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചിന്തകളെയും ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കാൻ ശീലിക്കണം. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളെയും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളെയും ദൂരേക്ക് മാറ്റി വയ്ക്കണം. ഇന്ന് നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾക്ക് മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഒന്നാം സ്ഥാനം നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെ മനസ്സിനെയും അടുക്കിപ്പെറുക്കി വൃത്തിയായി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ പകുതി സങ്കടങ്ങളും കൺഫ്യൂഷനുകളും ഒക്കെ അവിടെ കൊണ്ട് തീരും. അപ്പോൾ വലിയ പ്രതിസന്ധികൾ വരുന്ന സമയങ്ങളിൽ മനസ്സ് ശാന്തമായിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അങ്ങനെ പകൽ സമയത്തെ എല്ലാ ഓട്ടപ്പാച്ചിലുകളും ജോലികളും ഒക്കെ കഴിഞ്ഞിട്ട് സന്ധ്യ സമയമായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ സന്ധ്യാവിളക്ക് കൊളുത്തി ഭഗവാൻ മഹാദേവനെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ ഒരു നിമിഷമാണ് എൻ്റെ ദിവസത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സമയം. മോള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ധ്യാനമെടുക്കാൻ. അപ്പോൾ രാവിലെ മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചുകൊണ്ട് മടി മാറ്റുന്നതിനെ പറ്റിയും അടുക്കളയിലെ പാചകം, ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത്, നമ്മുടെ ചിന്തകളെ അടുക്കിപ്പെറുക്കി വയ്ക്കുന്നതിനെ പറ്റിയൊക്കെ. പക്ഷേ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒരു അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ വിളക്ക് പോലെ ഒരു പോസിറ്റീവ് ഊർജ്ജം ഇപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. ചില ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് തളർന്നു പോയേക്കാം, വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ പോയേക്കാം, നമുക്ക് സങ്കടം തോന്നാം. പക്ഷേ വൈകുന്നേരം ഈ വിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കി എല്ലാ ഭാരങ്ങളും ആ മഹാദേവൻ്റെ കാൽക്കൽ സമർപ്പിച്ച് ഓം നമഃശിവായ എന്ന ഭക്തിയോടെ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അത് ഈ ലോകത്ത് വേറെ എവിടെ നിങ്ങൾ തിരഞ്ഞാലും അവിടെ കിട്ടില്ല. നമ്മൾ ഓർക്കേണ്ടത് പുറത്തുള്ള ഇരുട്ടിനെ മാറ്റുവാൻ വേണ്ടി ഈ ഒരു ചെറിയ വിളക്കിൻ്റെ തിരുവെളിച്ചത്തിന് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ ഇരുട്ടിനെ മാറ്റാനും ഈശ്വരവിശ്വാസത്തിനും കൊണ്ടാകും. നിങ്ങളുടെ പ്രയത്നത്തിൽ ഉറച്ചു നിൽക്കുക, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. അങ്ങനെ രാത്രി നമ്മുടെ അടുക്കളയിൽ ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇഡ്ഡലി ചെയ്തതിൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നാളത്തേക്ക് മാറ്റി വയ്ക്കാതെ ശരി രാത്രിയിലേക്കും അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി തന്നെ ചെയ്തു. ഇതിപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയായിരിക്കും പതിവ് അല്ലേ? രാത്രി മടിയില്ലാതെ അടുക്കള വൃത്തിയായിട്ട് നമ്മൾ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ സങ്കടങ്ങളും ദേഷ്യങ്ങളും മനസ്സിൽ നിന്ന് കഴുകിക്കളഞ്ഞ് മനസ്സ് ശാന്തമാക്കി ഉറങ്ങുക. നാളെ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ശുഭരാത്രി. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ.